വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നടാൻ പോകുന്നത് എന്താണെന്നറിയാവോ? നമ്മൾ നടുന്നത് ഗ്രൗണ്ട് നട്ട് അല്ലെങ്കിൽ പീനട്ട് എന്ന് പറയുന്ന നമ്മുടെ നിലക്കടലയുണ്ടല്ലോ, നിലക്കടലയാണ് ഞാനിന്ന് നടാൻ പോകുന്നത്. ഞാനും ഇത് ആദ്യമായിട്ട് നടുന്നതാണ് കേട്ടോ. ഞാൻ പലരോട് ചോദിച്ച്, അത് പഞ്ചാബിലൊക്കെ ഉള്ള ആളുകളോട് ചോദിച്ചേ, ഇത് ഞാൻ നിൽക്കുന്നത് കണ്ടപ്പം നമുക്ക് നട്ട് നോക്കാം എങ്ങനെയാണ് ഉണ്ടാകുന്നത്, എങ്ങനെയാണെന്നൊക്കെ കാണാമല്ലോ എന്നുള്ളൊരു ആകാംക്ഷ കൊണ്ടാണ് ഇത് മേടിച്ചത് കേട്ടോ. അപ്പോൾ പഞ്ചാബിലൊക്കെ നടുന്നതാണല്ലോ ഇത്. അപ്പോൾ ഞാൻ എൻ്റെ കൂട്ടുകാരോട് ചോദിച്ചേ, അപ്പോൾ അവൾ പറഞ്ഞ പ്രകാരമാണ് ഞാൻ നടുന്നത് കേട്ടോ. പിന്നെ കുറച്ച് ഞാൻ ഗൂഗിളൊക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പം നമുക്ക് നട്ട് നോക്കാം. ഞാൻ നടാൻ വേണ്ടി ഇവിടെ ഞാനൊരു ബോക്സിൻ്റെ അകത്ത് നടുന്നു കേട്ടോ. ഇതുപോലെ ഇപ്പോൾ ഞാനിവിടെ ഒരു പോട്ടിൻ്റെ അകത്താണ് നടുന്നത്. ഈ പോട്ടിന് ഞാൻ എപ്പോഴും ചെയ്യുന്ന പോലെ ബേസായിട്ട് നമ്മൾ കുറച്ച് കരിയിലയോ ഇതിപ്പോൾ ഉണങ്ങിയ പുല്ലാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. കുറച്ച് പുല്ലിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്നാ വെച്ചെങ്കിൽ കമ്പോസ്റ്റ് എടുത്തിട്ടുണ്ട്, നമ്മുടെ പോട്ടിംഗ് സോയിൽ എടുത്തിട്ടുണ്ട്, ഇനി സാൻഡ്, കുറച്ച് റിവർ സാൻഡ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ കമ്പോസ്റ്റ് നമ്മൾ വീട്ടിൽ നിന്ന് എടുത്ത കമ്പോസ്റ്റ് ഉണ്ട്. ഇനി നട്ട് കഴിയുമ്പോൾ നമുക്ക് കുറച്ച് വളം ഇട്ട് കൊടുക്കാം. അപ്പോൾ അങ്ങനെയാണ് ഞാൻ നടാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അത് ഞാൻ ഈ മാസ്ക് വെക്കുന്നത് എന്താണെന്ന് ചോദിച്ചെങ്കിൽ ഈ ഫ്രഷ് പോട്ടിംഗ് സോയിലും കമ്പോസ്റ്റും ഒക്കെ എടുക്കുമ്പോഴത്തേക്കും ഉണ്ടല്ലോ ഒരു ഭയങ്കര മണം വരും. അപ്പോൾ നമുക്ക് മാസ്ക് വെച്ചിട്ട് ചെയ്യാമെന്ന് ഓർത്തു. അപ്പോൾ നിങ്ങളിങ്ങനെ പോട്ടിംഗ് സോയിൽ വാങ്ങിക്കുന്ന പോട്ടിംഗ് സോയിലാണെങ്കിൽ ഒരു മാസ്ക് എപ്പോഴും വെക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. അത് നമ്മുടെ ലങ്സിലേക്ക് അതിൻ്റെ ഈ പോട്ടിംഗ് സോയിലിൻ്റെ ഇത് ഫ്രഷായിട്ട് മേടിക്കുമ്പോഴത്തേക്ക്, അത് പ്രത്യേകിച്ച് ചൂട് കാലത്ത് അങ്ങനെ വെക്കുന്നത് നല്ലതാണ് കേട്ടോ. നമുക്ക് ഈ ലങ്സ് ഇത് വലിച്ചെടുക്കണ്ടല്ലോ. നമുക്ക് കമ്പോസ്റ്റ് പോട്ടിംഗ് സോയില്, പോട്ടിംഗ് മിക്സ്, ഇത് സാൻഡ്, സാൻഡിൻ്റെ അകത്ത് കുറച്ച് വളമൊക്കെ ഇട്ടതാണ് ഞാൻ കേട്ടോ. ഇവിടെ തന്നെ ഇട്ടൊന്ന് മിക്സ് ചെയ്യും. നിങ്ങൾക്ക് റിവർ സോയിൽ കിട്ടിയില്ലെങ്കിൽ പെർലൈറ്റ് ഇട്ട് കൊടുത്താലും മതി കേട്ടോ. അത് കുറച്ചും കൂടെ എയറേഷൻ വരുമല്ലോ, അതിന് വേണ്ടിയാണേ. ഇത് പീനട്ട് എന്ന് പറയുമ്പോൾ ഒരു ലെഗ്യൂമാണല്ലോ, ഒരു മണ്ണിൻ്റെ അടിയിലല്ലേ വളരുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിന് ഈസി ആയിട്ട് വളരാനും അങ്ങനെയൊക്കെയുള്ള കാര്യത്തിനുണ്ട്. കുറച്ചുകൂടെ ഈ വെള്ളം വാന്നു പോകുന്ന പോലത്തെ ഉള്ള മണ്ണ് വേണം, നന്നായിട്ട് ഇതുപോലെ കുറച്ച് സാൻഡി ആയിട്ടുള്ള മണ്ണ് വേണം. ഇനി നമുക്ക് ഇത്രയും നമ്മുടെ പോട്ട് ശരിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് നടാം. ഇതിനകത്ത് 5-6 ഉണ്ടെന്ന് തോന്നുന്നു. വിത്തുകൾ നടുവാണെങ്കിൽ നമ്മളൊരു ഇതിൻ്റെ അകത്തൊരു 5-6 വിത്തൊക്കെ നമുക്കിടാം കേട്ടോ. ആ ഒരു രീതിയിലുള്ളതാണ്. ഇതിപ്പോൾ ഇതിൻ്റെ അകത്ത് 5-6 തൈകളുണ്ടെന്ന് തോന്നുന്നു. ഓ, ഇത് കണ്ടോ, ഇതിപ്പോൾ മുളച്ച് വന്നിരിക്കുന്ന ഇത് പീനട്ട് നമുക്കിപ്പോൾ കാണാം കേട്ടോ. പീനട്ട് മുളച്ച് വന്നിരിക്കുന്നത് ഇതിനെ ഞാൻ ഒത്തിരി ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആദ്യമായിട്ട് നടുന്നതാണെന്ന്. അപ്പോൾ ഇതുണ്ടായി വന്നിരിക്കുന്ന ഇത് കണ്ടോ, ഇങ്ങനെയാണ് ഉണ്ടായി വരുന്നത്. ഇങ്ങനെ വന്നു കഴിയുമ്പം താഴോട്ട് പോയി ഇത് ഉണ്ടായി വരുന്നത് കണ്ടോടാ അവേ. കണ്ടോ, ഇതാണ് കടലേ നമ്മുടെ പീനട്ട് കണ്ടോ. ഇങ്ങനെ ഉണ്ടായിട്ട് താഴോട്ട് പോയിട്ടാണ് ഉണ്ടായി വരുന്നത്. നമുക്കിവിടെ നടാം. അപ്പം നമുക്കിവിടെ വെക്കാവേ. വെച്ചു നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതുകൊണ്ടോ ഈ മഞ്ഞ പോലെയുള്ള ഇതുപോലെ ഒരു കാര്യം വരുന്നത് കണ്ടോ. ഈ വരുന്ന കാര്യത്തിന് ഇതിൻ്റെ അടിയിലേക്ക് പോയിട്ടാണ്, അവിടെയാണ് കടലകൾ ഉണ്ടാകുന്നതെന്നുള്ളതാണ് എന്നോട് പലരും പറഞ്ഞതും ഞാൻ വായിച്ച് കേട്ട് മനസ്സിലാക്കിയത് കേട്ടോ. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ മണ്ണ് ചുവട്ടിലേക്ക് കൂട്ടിയിട്ട് കൊടുക്കണം എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായിരിക്കുന്നത്. ഇതിൻ്റെ ചുവട്ടിലേക്ക് ഇതുപോലെ മഞ്ഞ കളറും ഇത് വന്നു കഴിയുമ്പോൾ നമ്മൾക്ക് നന്നായിട്ട് മണ്ണ് ഇതിൻ്റെ ചുവട്ടിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. ഇത് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാനിത് ഒരിക്കലും നട്ടിട്ടില്ല, കണ്ടിട്ടുമില്ല. പറിച്ചെടുക്കുന്നത് മാത്രം കണ്ടിട്ടുണ്ട്. നമ്മൾ കപ്പയ്ക്കൊക്കെ ഇതുപോലെ നമ്മൾ കൂമ്പയിട്ട് കൊടുക്കത്തില്ല, അതുപോലെ ആയിരിക്കുമല്ലേ ഇവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. എനിക്ക് മനസ്സിലായിട്ടില്ല, എന്താണെന്ന് എനിക്ക് ശരിക്കും അറിയത്തില്ല. ഇങ്ങനെ ആയിരിക്കണം തോന്നുന്നു പറയുന്നത്. നമുക്ക് വളവും കൂടെ ഇട്ട് കൊടുക്കാം.
നമ്മുടെ ഇതിനെ കാണിച്ച നമ്മുടെ മണ്ണിര കമ്പോസ്റ്റ് ഇട്ട് കൊടുക്കാം. നമ്മുടെ മണ്ണിര കമ്പോസ്റ്റ് ഇട്ട് കൊടുക്കുവാണേ കേട്ടോ. മണ്ണിരയൊക്കെ ഉണ്ട് ഇതിൻ്റെ അകത്ത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ അകത്ത് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചെങ്കിൽ നമ്മൾ ഈ പീനട്ട് നടുമ്പോൾ നമ്മൾ നന്നായിട്ട് സൂര്യപ്രകാശം കിട്ടുന്ന സണ്ണി സ്പോട്ടിൽ വേണം നമ്മൾ നടാൻ വേണ്ടി. അതുപോലെ നന്നായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കണം. അതുപോലെ സാൻഡി സോയിലായിരിക്കണം. ഇനി അതിന് കുറച്ച് സ്ഥലം ഇടപെട്ട് വേണം നടാൻ വേണ്ടി. ഇതിപ്പോൾ ഓൾറെഡി പാകി തഴിയുണ്ടെന്ന് ഞാൻ മേടിച്ചത്. അതുകൊണ്ട് ഞാൻ ഇതിനെ ഡിസ്റ്റർബ് ചെയ്യാതെ ഇങ്ങനെ തന്നെ നടുക ചെയ്തത് കേട്ടോ. അപ്പം നമ്മൾ വിത്തുകൾ പാകുകയാണെങ്കിൽ കുറച്ച് സ്ഥലം ഇട്ട് വേണം 5-10 സെൻറ്റിമീറ്റർ ഇടപെട്ട് വേണം നട്ട് കൊടുക്കാൻ വേണ്ടി. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. നന്നായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കണം. പിന്നെ നന്നായിട്ട് വളവും വേണം കേട്ടോ. നന്നായിട്ട് വളം ഇടയ്ക്കിടയ്ക്ക് ഇതിന് വളം ഇട്ട് കൊടുക്കണം. ഒരു 3-4 മാസം കൊണ്ട് നമുക്കിതിനെ പറിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ അത്രയൊക്കെയുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ പീനട്ട് നടുന്നതിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളത്. ഇനി ഞാനിത് പറിക്കുമ്പോൾ നിങ്ങളെ കാണിച്ചു തരാം എങ്ങനെയാണ് ഉണ്ടായോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് കേട്ടോ. ഞാനും ആദ്യമായിട്ട് നടുന്നതെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ എനിക്കിത് വലിയ ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാളാണ്. അപ്പോൾ താങ്ക് യു വെരി മച്ച്. ബൈ.